കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ നല്ല പ്രഭാത സമയം മറ്റൊരു പാട്ടിൻ്റെ രചയിതാവും പശ്ചാത്തലവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കഴിയുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. 1943 ഉണ്ടായ ഒരു സംഭവം. മഴ ശക്തമായി പെയ്യുന്നു, നദികളെല്ലാം കവിഞ്ഞൊഴുകുന്നു. ഒരാറിൻ്റെ അക്കരെ കരയിൽ ഒരു സുവിശേഷ യോഗത്തിന് വേണ്ടി പോകേണ്ട വേട്ടമല ഫിലിപ്പോസ് ഉപദേശി കടത്തുവള്ളം കാത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കരയിൽ നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ കടത്തുവള്ളക്കാരൻ വള്ളവുമായിട്ട് കരയിലേക്ക് വരുന്നു. എല്ലാ ആളുകളും ആ വള്ളത്തിലേക്ക് കയറി. കടത്തുവള്ളക്കാരൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ വള്ളക്കാരനെ നോക്കിയിട്ട് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി പറഞ്ഞു, മോനെ, ഈ വള്ളം തുഴയാൻ നീ മാത്രം മതിയോ എന്ന് ചോദിച്ചു. ഉടനെ കടത്തുവള്ളക്കാരന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതി, ഉപദേശമൊന്നും തൽക്കാലം വേണ്ട എന്ന് ആ കടത്തുവള്ളക്കാരൻ ഉപദേശിയോട് പറഞ്ഞു. വള്ളം മുൻപോട്ട് നീങ്ങുന്നു. ശക്തമായ കാറ്റും മഴയും പെട്ടെന്നുണ്ടായി. വള്ളം താഴേക്ക് നീങ്ങുകയാണ്. ചുഴിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയം വള്ളത്തിലിരിക്കുന്ന ആളുകളെല്ലാം പെട്ടെന്ന് പരിഭ്രാന്തരായപ്പോൾ ഉപദേശിയെ പരിഹസിച്ച വള്ളക്കാരൻ പരിഭ്രമിച്ച് ഒന്നും മിണ്ടാത്തവനായിട്ടിരിക്കുകയാണ്. ആളുകളെല്ലാം കൂട്ട നിലവിളി നടത്തുമ്പോഴും ശാന്തനായി വള്ളത്തിലിരിക്കുന്ന ഉപദേശിയുടെ മനസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു വാക്യം കൊടുത്തു. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. എല്ലാവരും പരിഭ്രമിച്ചിരിക്കുമ്പോൾ ഉപദേശിയുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ചില വരികൾ അദ്ദേഹം ഗാനരൂപത്തിൽ ആ വള്ളത്തിലിരുന്നു കൊണ്ട് പാടി. ഈ വാരിതിയിൻ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ, ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ. അദ്ദേഹം ഈ പാട്ടിങ്ങനെ പാടി, വള്ളത്തിലിരുന്നു കൊണ്ട് ഈ പാട്ട് പാടി താൻ വളരെയധികം സന്തോഷിക്കുകയാണ്. തൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, വള്ളം വളരെ അപകടത്തിൽപ്പെടുകയാണ്, എങ്കിലും താൻ പ്രത്യാശയിൽ വീണ്ടും പാടുകയാണ്. മരണത്തെ മുഖാമുഖമായി കാണുന്ന ആ നിമിഷത്തിൽ ആ ഭക്തൻ വീണ്ടും പാടുകയാണ്, ഇന്നലേക്കാൾ ഇന്നു ഞാനെൻ പ്രിയൻ നാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്രയാനന്ദം. അങ്ങനെ ആ വരികളും എഴുതി എന്തായാലും വള്ളം അപകടത്തിൽപ്പെടാതെ അക്കരയിലെത്തി. ആളുകൾക്കെല്ലാം വളരെ സന്തോഷം. വീട്ടിൽ ചെന്ന് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി ശാന്തമായി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലോർത്ത് ആ അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിൻ്റെ ആദ്യ വരികൾ എഴുതി ചേർത്തു. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പ്രിയമുള്ളവരെ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നമ്മളെക്കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യത്തിൽ നാം എത്തപ്പെടുമ്പോൾ അവിടെയാണ് നാം ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്നത്. നമ്മെ കൈവിടാത്ത അഗ്നിജാലകളിൽ കൂടി കടക്കുമ്പോൾ, പെരുവെള്ളത്തിൽ കൂടി കടക്കുമ്പോഴും നമ്മെ കൈവിടാത്ത ഒരു നല്ല നാഥൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ സഹായിക്കും. ആ കർത്താവിനായി ജീവിതം മാറ്റിവെക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.